നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫ്രാൻസിനെതിരെയും ക്രൊയേഷ്യക്കെതിരെയുമുള്ള ബ്രസീലിൻ്റെ സ്ക്വാഡിൽ ഇപ്പോൾ മാറ്റം വീണ്ടും വരുത്തിയിരിക്കുകയാണ് കോച്ച് കാർലോ അഞ്ചലോട്ടി. നേരത്തെ ആലിൻസൺ ബക്കർക്ക് പരിക്കേറ്റപ്പോൾ അദ്ദേഹത്തെ മാറ്റി പകരം ഹ്യൂഗോ സൗസയെ സ്ക്വാഡിലേക്ക് എടുത്തിരുന്നു. ഇപ്പോഴിതാ കാർലോ അഞ്ചലോട്ടി മറ്റൊരു മാറ്റം കൂടി വരുത്തിയിരിക്കുകയാണ്. കൈക്കിയെ സ്ക്വാഡിലേക്ക് എടുത്തിരിക്കുന്നു. എന്തുകൊണ്ട് കൈക്കിയില്ല എന്നുള്ളൊരു ചോദ്യം ബ്രസീലിയൻ ലീഗൊക്കെ ഫോളോ ചെയ്യുന്ന പലരും പലപ്പോഴായി ചോദിച്ചിരുന്നതാണ്. ഫൈനലി കൈക്കിക്ക് ഇതാ ബ്രസീൽ ടീമിലേക്ക് ഇടം ലഭിച്ചിരിക്കുന്നു. അലക്സാൻദ്രോക്ക് പരിക്ക് പറ്റി. ഫ്ലെമിംഗോയുടെ താരമായ അലക്സാൻദ്രോക്ക് പരിക്ക് പറ്റി. കൊറിന്ത്യൻസിനെതിരെയുള്ള ബ്രസീലിയൻ സീരിയെ മത്സരത്തിൽ അദ്ദേഹത്തിന് പരിക്ക് പറ്റി. അപ്പോൾ അദ്ദേഹത്തെ സ്ക്വാഡിൽ നിന്ന് റിമൂവ് ചെയ്യുന്നു. പകരം ഇതാ ക്രുസൈറോയുടെ കൈക്കിയെ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നു. 23-കാരനായിട്ടുള്ള ലെഫ്റ്റ് ബാക്ക് കൈക്കി മികച്ച പ്രകടനമാണ് കഴിഞ്ഞ സീസണിലും ഈ സീസണിലും ബ്രസീലിയറോ സീരിയയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2021 മുതൽ ക്രുസൈറോയുടെ സീനിയർ ടീമിന് വേണ്ടി അദ്ദേഹം കളിക്കുന്നുണ്ട്. ബ്രസീലിൻ്റെ അണ്ടർ-20 ടീമിന് വേണ്ടി ഓൾറെഡി കളിച്ചിട്ടുള്ളയാളാണ്. സോ താരത്തെ ഇതാ ബ്രസീൽ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നു. തീർച്ചയായിട്ടും ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ടെസ്റ്റാണ്. കാരണം രണ്ട് വമ്പൻ ടീമുകൾക്കെതിരെ, ഒന്ന് ഫ്രാൻസിനെതിരെ മാർച്ച് 26-നാണ് ആ കളി ബോസ്റ്റണിൽ, ഇന്ത്യൻ സമയം പറയുമ്പോൾ മാർച്ച് 27-ന് പുലർച്ചെയാണ് ആ കളി. രണ്ടാമത്തെ കളി ഓർലാൻഡോ സിറ്റിയിൽ വെച്ചിട്ടാണ് കളി നടക്കുന്നത്. ആ കളി മാർച്ച് 31-നാണ്, ഇന്ത്യൻ സമയം പറയുമ്പോൾ ഏപ്രിൽ 1-നാണ് ക്രൊയേഷ്യക്കെതിരെയുള്ള ആ കളി വരുന്നത്. ഏതായാലും രണ്ട് സൂപ്പർ മത്സരങ്ങളാണ്. ആ സ്ക്വാഡിലേക്ക് ഇതാ കൈക്കി ഇടം പിടിച്ചിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.